വർഷം മുമ്പാണ് എൻ്റെയും ഈ സിനിമയുടെ സംവിധായകൻ KG അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഒരു സൗഹൃദത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു സിനിമ രൂപം കൊള്ളുന്നത്. പല കഥകളും നമ്മൾ ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് തിരിഞ്ഞു വന്ന ഒരു പത്രവാർത്തയിൽ നിന്നുണ്ടായ സിനിമയാണ്. അതിലുണ്ടായ കൗതുകം അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു കൗതുകത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു കഥ രൂപപ്പെട്ടു വരുന്നത്. അത് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ടെക്നിക്കൽ എല്ലാവരും എൻ്റെ സൗഹൃദവും സൗഹൃദത്തിൽ നിന്നും അതുപോലെ തന്നെ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറേ പേർ നമ്മുടെ കൂടെ ഈ ചിത്രം വിജയമാവാൻ വേണ്ടി അതിനുള്ള എല്ലാ സഹായവും. താങ്ക് യു. സംവിധാനം ചെയ്യുന്ന ഈ വേഗമെന്നുള്ള സിനിമ സത്യത്തിൽ എൻ്റെ തിരക്കഥയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു സസ്പെൻസൊക്കെയുള്ള ഒരു ഫാസ്റ്റ് മൂവി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഏറെക്കുറെ മനസ്സിലാക്കിയത്. ഇതിൽ ഒരു ചെറിയ കഥാപാത്രത്തെ അഭിനയിക്കാനാണ് അനിൽ എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. അന്ന് ഞാൻ ആക്ടറായിരുന്നില്ല. അപ്പം വളരെ വർഷങ്ങൾക്ക് ശേഷം അനിൽ ഞാനൊരു പടം സംവിധാനം ചെയ്യുമ്പോൾ എനിക്കൊരു പരിണാമം വന്നിരിക്കുന്നു. ഞാനൊരു ആക്ടറായിട്ടാണ് അനിലിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം എൻ്റെ കഥാപാത്രം ഒരു പ്രത്യേകതയുള്ള ഒരു കഥാപാത്രമാണ്. ഈ പടം വലിയ വിജയമായി തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ ആദ്യ സിനിമയാണ് വേഗം. ത്രില്ലർ ഫിലിം തന്നെയാണ്. ഒരു ഫാമിലി ത്രില്ലർ എന്ന് പറയാൻ മുഴുനീള സസ്പെൻസ് ആൻഡ് ത്രില്ലറാണ്. ഇത് നമ്മളുടെ വിനീത് കുമാർ, ഗിരിഗിരി, ദീപാലൻ, ഷമ്മി തിലകൻ, പിന്നെ ഷാനി ഷക്കി, അങ്ങനെ ഒരു ക്രൂവാണ് ഇതിൻ്റെ പുറകിൽ അഭിനയമാണ്. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന മനോജ് കോട്ടായി എന്ന് പറഞ്ഞ ബോളിവുഡിൽ നിന്നുള്ള ക്യാമറമാനാണ്. നമ്മുടെ ഇതിൻ്റെ ക്യാമറ സോണി FX 65 എന്ന് പറഞ്ഞ ഒരു ഏറ്റവും മോസ്റ്റ് മോഡേൺ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ഫാമിലി നമ്മൾ ത്രില്ലറോടൊപ്പം തന്നെ ഒരു ഫാമിലി സ്റ്റോറികൾ ഇത് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ അവസാനം വരെ. 15-ാം തീയതി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അവിടെയായിട്ട് ഷൂട്ടിംഗ് ആരംഭിക്കും. സംവിധായകൻ എന്നുള്ള നിലയിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പുതിയ നിർമ്മാതാക്കൾ വരട്ടെ, ഈ സിനിമ വലിയ വിജയമാകട്ടെ, തുടർന്നും നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. ഇതിൻ്റെ സംവിധായകൻ ആദ്യ ചിത്രമാണ് സംവിധായകർക്ക്. ഒരു നല്ല സംവിധായകന് മലയാള സിനിമയ്ക്ക് ലഭിക്കേണ്ട ഒരു കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയിട്ട് സിനിമ ചെയ്യുന്ന സംവിധായകരുടെ ചെറിയ കുശുമ്പാണ്. കാരണം എനിക്കിതുവരെ അത് സാധിച്ചിട്ടില്ല. അതൊരു വിജയമാവട്ടെ, നല്ല കഥയും തിരക്കഥയൊക്കെ നല്ലതാവട്ടെ. പ്രൊഡ്യൂസർ ഇന്നലെ വിളിച്ചു ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, മലയാള സിനിമയിലേക്ക് ഒരു പുതിയ പ്രൊഡ്യൂസറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പറഞ്ഞൊരു കാര്യം, പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ സമയത്ത് പടം തീർത്ത്, നേരത്തെ സിരിസാറ് പറഞ്ഞ പോലെ വേഗം ഇതിന്റെ ഷൂട്ടിംഗ് തീരണം. ഹീറോ വിനീതാണ്. വിനീതിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. മലയാള സിനിമയ്ക്ക് വിനീതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിരവധി സിനിമയിൽ വിനീത് ഹീറോ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരു കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു. ആ കൂട്ടായ്മ ഇതിന്റെ അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് ഇതിന്റെ റിലീസിങ്ങും അതിന്റെ മറ്റു കാര്യങ്ങളും എല്ലാം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. 15 വർഷത്തെ മുമ്പ് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് അനിലും ഇവരൊക്കെ തമ്മിലുള്ളതെങ്കിലും ഞാൻ കുറച്ചും കൂടെ കൂടുതൽ അനിലുമായിട്ട് അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷെ അനിൽ ബന്ധപ്പെട്ട ബാലേന്ദ്രനല്ല ഇപ്പൊ അനിൽ ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അനിലും ബാലേന്ദ്രൻ സ്പ്ലിറ്റ് ചെയ്ത് വേറെയൊക്കെ ആയിരിക്കും. അന്ന് എന്നെ ഒരു നാടകക്കാരനും ചെറിയ തിരക്കഥകളൊക്കെ ഇടുന്ന ഒരാളായിട്ടാണ് അനില് എന്നെ പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോ അനില് ഇതൊന്നും ആർക്കും പ്രതീക്ഷിക്കാനോ പറയാനൊന്നും പറ്റാത്ത കാര്യമാണ്. ഇന്നിപ്പോ അനിൽ എന്നെ തിരക്കഥാകൃത്തായിട്ടല്ല സഹകരിപ്പിക്കുന്നത്, നാടകക്കാരനായിട്ടല്ല എന്നെ കാണുന്നത്.
എന്നെ ഒരു നടനായിട്ട് കാണുകയാണ്. ഞാനും എന്നെ മാറി നിന്ന് ഇങ്ങനെ നടനായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ സായുജ്യമാണ്. കാര്യം നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരുകൾ ആ സ്വപ്നങ്ങളും കൊണ്ട് നടന്ന് ഒരു സ്വപ്നവും കൊണ്ട് നടക്കാതെ പോകുന്ന എന്നെപ്പോലെ ഒരുത്തനെ കൂട്ടുപിടിക്കേണ്ട അവസ്ഥകളിലേക്കൊക്കെ വന്നു ചേരുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകാവുന്ന ഒരു ഭാഗ്യമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും ദൈവം പല വ്യക്തികളിലൂടെ നമ്മുടെ മുമ്പിൽ പല രീതിയിൽ നമ്മളെ വഴികാട്ടാൻ വേണ്ടി മുന്നോട്ട് വരാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന കുറേ പേര് എൻ്റെ മുമ്പിൽ ഈ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായി ഇവിടെയുണ്ട്. ഞാൻ ആദ്യമായി എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന ചിത്രത്തിലാണ്. ആ ചിത്രം തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ അതിനകത്ത് ഒരു സീനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അഭിനയിക്കാൻ വേണ്ടി ആദ്യം വിളിച്ചത് എൻ്റെ അനിയനെയായിരുന്നു. കാരണം പ്രായം കൊണ്ട് അനിയനാണ് ഏറ്റവും സ്യൂട്ടെന്ന് സിൽസാറെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു. പക്ഷെ അനിയൻ ആ സമയത്ത് പനിയൊന്നും അങ്ങനെ അവന് പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ആ സീൻ സ്ക്രീനിൽ മുദ്ര റിലീസായപ്പോൾ ആദ്യം അച്ഛനും ഒറ്റയ്ക്കാണ് പോയിട്ട് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കാരണം ആ സീനിൽ ഞാൻ ഉണ്ടോ സിനിമയിൽ നിന്ന് അറിയണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ആദ്യമായിട്ട് സ്ക്രീനിൽ എൻ്റെ മുഖം എനിക്ക് കാണിച്ചു തന്ന സിബി സാർ, അദ്ദേഹത്തോടുള്ള നന്ദിയും അതുപോലെ ഈ അവസരത്തിലൂടെ അദ്ദേഹം വന്നു ചേർന്നതിലുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ പിന്നീട് തുടർന്നും ഞാൻ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് സിബി സാറിൻ്റെതാണ്. ഞാൻ 6-7 ചിത്രങ്ങൾ ഞാൻ സിബി സാറിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എന്നെ എന്താ പറയുക ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് വീണ്ടും ബാലതാരമായ ശേഷം ഞാൻ കുറേ സിനിമകൾ ചെയ്തു. അതിനുശേഷം വീണ്ടും എനിക്കൊരു എൻട്രി തന്നത് ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രമാണ്. അത് കഴിഞ്ഞൊരു നെഗറ്റീവ് ക്യാരക്ടർ ഒരു വില്ലനായിട്ട് എന്നെ അവതരിപ്പിച്ചതും സിബി സാറാണ്. അപ്പോൾ സിബി സാറിൻ്റെ സാന്നിധ്യം എനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹം, എൻ്റെ ആഗ്രഹം എന്നുള്ള പോലെ തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ബാലതാരമായ ചിത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും അച്ഛൻ്റെ ഉള്ളിലും ഒരാഗ്രഹം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയുന്നത് ജോഷ് സാറിൻ്റെ ഒരു സിനിമയിൽ ഞാൻ വരണമെന്നുള്ളത് അച്ഛൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ. കാരണം ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ട് ആരാധന മൂത്ത് നടന്ന ഒരു കാലം ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സെവൻസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് വേണ്ടി എനിക്ക് ഒരു കോൾ വരികയും ജോഷ് സാറിനെ നേരിട്ട് ചെന്ന് കാണാൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിലൂടെ വീണ്ടും എനിക്ക് മറ്റൊരു തുടക്കം അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇവിടെ എനിക്കൊരു അനുഗ്രഹമായി മാറുന്നുണ്ട്. പിന്നെ ശശിയേട്ടൻ ഇന്ന് കാണുന്ന ശശി ഏഞ്ചല, തട്ടാതി ഫിലിംസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിത്വം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദര തുല്യനായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേ കാലം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ പുറകിലും അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ കരങ്ങളുണ്ട്. കാരണം എനിക്കൊരു എക്സസൈസ് രീതി എന്നെ പഠിപ്പിച്ചത്. കാരണം പലപ്പോഴും ഉറങ്ങാൻ നേരത്തും എന്നെ 5 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ച് 10-60 പുഷപ്പൊക്കെ എടുപ്പിച്ച് അങ്ങനെ ചിട്ടയായ ഒരു വ്യായാമ ശീലം എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിയാണ് ശശിയേട്ടൻ. അപ്പോൾ ശശിയേട്ടൻ്റെ സാന്നിധ്യം അതിലേറെ. പിന്നെ ഇതിനെല്ലാത്തിനും മേലെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിട്ടുള്ള. അതൊക്കെയും എൻ്റെ പേഴ്സണൽ സൗഹൃദത്തിൽ നിന്നാണ്. ലാലുവേട്ടൻ യഥാർത്ഥത്തിൽ ലാജോസ് എന്ന് പറയുന്ന സംവിധായകൻ ആവുന്നതിന് മുമ്പുള്ള ഒരു ബന്ധം ലാലുവേട്ടനായിട്ട് എനിക്കുണ്ട്. കാരണം അഴകിരാവണൻ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി ഞാനൊരു ബാലതാരമായിട്ട് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് അഴകിരാവണൻ ചെയ്യുന്നത്. അപ്പോൾ അഴകിരാവണനിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ലാലുവേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലുവേട്ടന് ഈ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നതിൽ എനിക്ക് അറിയാനുള്ളൊരു കൗതുകം. കാരണം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ വീട് കണ്ണൂർ വെങ്ങര എന്ന് പറയുന്ന അവിടെ തന്നെ മുലക്കിൽ എന്ന് പറയുന്ന ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടത്തേക്ക് എങ്ങനെയാണ് എന്നെ അഭിനയിക്കാൻ വേണ്ടി ഓരോരുത്തർ വിളിക്കുന്നത്, ഞാൻ അവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാലുവേട്ടൻ്റെ അടുത്ത് അടുത്ത് പോയിരുന്നു. ഞാൻ സ്വകാര്യമായി ചോദിച്ചിട്ടുണ്ട്, ലാലുവേട്ട എങ്ങനെയാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത്? ലാലുവേട്ടൻ പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ കഥ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ ശരി അങ്ങനെ എനിക്ക് ലാലുവേട്ടൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം അതിപ്പോഴും എനിക്ക് ലാലുവേട്ടനോടുള്ള തിരിച്ചുകൊണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലാലുവേട്ടൻ്റെ സാന്നിധ്യവും വളരെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, സൗഹൃദ വലയങ്ങൾ, ഇതിനെല്ലാത്തിനും മേലെ ഈശ്വരതുല്യരായിട്ട് ഞാൻ കാണുന്ന എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം വലിയ ഒരു അനുഗ്രഹമായി കാണുന്നു. ഈ ചിത്രത്തിന് എല്ലാവരും സപ്പോർട്ടും തുടർന്നുണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി. എൻ്റെ ആദ്യ സിനിമയാണ് ഇത്. ഈ 1.5 വർഷം മുമ്പ് ഞാനും വിനീതും തമ്മിലുള്ള സൗഹൃദത്തിൽ ഞാൻ പല സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ
ഒരു ദിവസം ഞാൻ പറഞ്ഞ ഒരു പത്രവാർത്തയിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇപ്പം അത് കഥയൊക്കെ കുറേ മാറിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീജിത്ത് ഈ കഥ കേട്ടു. അപ്പോൾ ഈ ശ്രീജിത്ത് കഥ കേട്ടിട്ട് ശ്രീജിത്ത് തിരിച്ച് ബാംഗ്ലൂരിൽ പോയിട്ട് പിന്നെ എനിക്ക് വരുന്നൊരു കോൾ എന്ന് പറയുന്നത് ശ്രീജിത്ത് കഥ ഇവിടെ മതിയായി പറഞ്ഞു നടന്നുകൊണ്ടില്ല പ്രൊഡ്യൂസർ നോക്കണം. ശ്രീജിത്ത് പറഞ്ഞു പ്രൊഡ്യൂസറുടെ കാര്യമുണ്ട്, കഥയിൽ ശ്രദ്ധിക്കുക, നല്ലൊരു കഥ ഉണ്ടാവട്ടെ, നല്ലൊരു തിരക്കഥ ഉണ്ടാവട്ടെ, പ്രൊഡ്യൂസറുടെ റിസ്ക് എനിക്ക് തന്നു. അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്സും ചെയ്ത് ഞങ്ങൾ ഷെയർ ചെയ്യും, സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം ചെയ്ത് എന്നെ വിനോദിനെ പരിചയപ്പെടുത്തരുത്. അപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ തന്നെ സിനിമാ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന കുറേ വ്യക്തികളുടെ ഗ്രൂപ്പാണ് അതെന്നും. അങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു സിനിമയ്ക്ക് ഭാഗമാകാൻ പറ്റിയ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഗുരുതുരായി കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, സാറൊക്കെ എല്ലാവരും. അപ്പോൾ അവരുടെയൊക്കെ സിനിമ കണ്ടാണ് ഈ സിനിമ എന്ന ഫീൽഡ് തിരഞ്ഞെടുക്കാൻ തന്നെ നമ്മളെ ഒരു കാലത്ത്. വിനീത് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു ചെറിയ ഭാഗം, അതിലെല്ലാവർക്കും ചെറിയ ഭാഗമായിട്ടുണ്ടായിരുന്നു. അന്ന് വിനീത് എന്നുള്ളൊരു വ്യക്തിയോട് തോന്നിയൊരു ഇഷ്ടം ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വിനീതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാവരെയും ഇവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഒരു കൂട്ടായ്മയിൽ വന്നെന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ് എന്നുള്ള എൻ്റെ ആദ്യത്തെ സിനിമയിൽ കുറേ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് വന്നത്. ശരിക്കും അങ്ങനെയുള്ള കൂട്ടായ്മകൾ സിനിമയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് സൈഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുപാട് ബിസിനസ് സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ മലയാള സിനിമയ്ക്കുണ്ട്. നമ്മുടെ തിയേറ്ററിലെ നമ്പേഴ്സ് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അത് ഷെയർ ചെയ്ത് പോകും. അതിൻ്റെ ബെനിഫിറ്റ് ആയാലും അതിൻ്റെ പ്രശ്നങ്ങളായാലും അതൊരു മാനേജബിൾ ആയിട്ട് വരും. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ കൂട്ടായ്മയുടെ സിനിമകളിലൊക്കെ ഇനിയുള്ള കാലത്ത് ഒരുപാട് ഉണ്ടാവുമെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു നല്ല കാര്യമായിട്ട് ഞാനതിനെ കാണുന്നു. അപ്പോൾ അതിന് ഈ പ്രൊഡ്യൂസേഴ്സിനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ വിജയവും സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. അതേപോലെ വിനീത് എന്നുള്ളൊരു നടനെ എല്ലാ വർഷങ്ങളായിട്ട് നമുക്കറിയാം. വിനീതിൻ്റെ ഒരു വളരെ വലിയ ഒരു നല്ല കാലം കാണാനായിട്ട് കൊതിക്കുന്നു.